അപ്പൊ നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് മൊമെന്റം. മൊമെന്റം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐസ്ക്രീം ബോൾ എടുക്കുക, 2 ഐസ്ക്രീം ബോളുകൾ എടുക്കുക. ഒന്ന് എംപ്റ്റി ബോളും ഒരെണ്ണം മണൽ നിറച്ച ഐസ്ക്രീം ബോളും എടുക്കുക. അതിനുശേഷം നിലത്തൊരു ട്രേയിൽ അല്പം മണൽ, ചെറിയ നനവുള്ള മണൽ നിറച്ച ഒരു ട്രേ നിലത്ത് വയ്ക്കുക. ഇതിനുശേഷം ഒരു പ്രത്യേക ഹൈറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റിൽ ഈ 2 ബോളുകളും ഹോൾഡ് ചെയ്തിട്ട് അങ്ങ് വിട്ടുകൊടുക്കുക. നേരെ ഈ ബോളുകൾ രണ്ടും ട്രെയിലെ മണലിലേക്ക് വീഴത്തക്ക രീതിയിൽ പിടിച്ചിട്ട് വിട്ടുകൊടുക്കുക. അപ്പൊ നമ്മൾ വിടുന്ന സമയത്ത് ഈ 2 ബോളുകളും നേരെ പോയി ആ ട്രെയിലെ മണലിലേക്ക് വീഴുകയും മണലിൽ ചെറിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്യും. ചെറിയ കുഴി എപ്പോഴും എംപ്റ്റി ബോൾ വീഴുന്നതായിരിക്കും ചെറിയ കുഴി. നമുക്കറിയാം മണൽ നിറച്ച അല്ലെങ്കിൽ മാസ് കൂടിയ ബോള് വീഴുന്നത് വലിയ കുഴിയായിരിക്കും ഉണ്ടാകുന്നത്. എങ്ങനെയാ കുഴികൾ രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഈ കുഴികൾ രൂപപ്പെടാനുള്ള ഫോഴ്സ് കൊടുത്തത് ആരാണ്? ആ ബോളുകളാണ്. ആ ബോളുകൾ എവിടെ നിന്ന് കൊടുത്തു? മോഷനിൽ നിന്ന് കൊടുത്തു. അല്ലാതെ നമ്മൾ ഈ ബോളിനെ അനക്കാതെ കൊണ്ട് അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുഴികൾ രൂപപ്പെടത്തില്ല. നമ്മൾ ബോളിൽ നിന്ന് എടുത്ത് ഇടുമ്പോഴാണ് അതിന് കുഴികൾ രൂപപ്പെടുന്നത്, അല്ലേ? കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ ഈ കുഴികൾ ഉണ്ടാക്കിയത് ആ ബോള് മോഷനിൽ നിന്ന് കിട്ടിയ എനർജി കൊണ്ടാണ്. ആ മോഷനിൽ നിന്ന് കിട്ടുന്ന ഇത്തരം എനർജിയുടെ ഒരു രൂപത്തിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓടി വരാണ്, അപ്പൊ നമ്മൾ മോഷനിലാണ്. വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുന്നിൽ ഒരു കുഴി കണ്ടു. അത് തൊട്ടടുത്തെത്തുമ്പോഴാണ് കാണുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഓട്ടം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തീർച്ചയായും ആ കുഴിയിലേക്ക് വീഴും. അതിന് കാരണം എന്താ? നമ്മൾ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ട് വന്നിട്ട് ആ കുഴി കാണുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ നിൽക്കാൻ പറ്റാതെ നമ്മൾ ആ കുഴിയിലേക്ക് ആഞ്ഞ് അങ്ങ് വീഴും. നമ്മൾ ആഞ്ഞ് വീഴുന്ന അതിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ആ ആഞ്ഞു പോകുന്നതിനെ നമ്മൾ മലയാളത്തിൽ ആക്കം എന്ന് പറയും. മൊമെന്റത്തിന്റെ മലയാളം അത് തന്നെയാണ്, ആക്കം. അപ്പൊ എന്താണ് മൊമെന്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. മൊമെന്റം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാതെ നമുക്ക് ആഞ്ഞ് ഉണ്ടാകുന്ന ആക്കമാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളത് മനസ്സിലാക്കി വെക്കുക. ആക്കം എന്നാണ് മൊമെന്റത്തിന്റെ മലയാളം. ആക്കം എന്ന് പറയുന്നത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റുകൾക്കുള്ള ഒരു പ്രത്യേകതയായിരിക്കും. അപ്പം മൊമെന്റം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഒരു മൂവിങ് ഒബ്ജക്റ്റിനുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെയാണ്, ഒരു പ്രത്യേക ഗുണത്തെയാണ് അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നേരത്തെ ആ ഐസ്ക്രീം ബോളുകളിൽ ഒരെണ്ണത്തിന് കൂടുതൽ മൊമെന്റം ഉണ്ടായിരുന്നു. മണൽ നിറച്ച ഐസ്ക്രീം ബോളിന് കൂടുതൽ മൊമെന്റം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വലിയ കുഴി രൂപപ്പെടുത്തിയത്. അപ്പൊ അവിടെ മൊമെന്റം കൂടാനുള്ള കാരണം ആരായിരുന്നു? അതെ, മാസ് ആയിരുന്നു. മാസ് എം. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു, ഓടുന്ന കൂട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് കുഴിയിലേക്ക് വീണു. നമ്മുടെ വേഗത കുറവായിരുന്നെങ്കിൽ, നമ്മുടെ വെലോസിറ്റി കുറവായിരുന്നെങ്കിൽ നമ്മൾ ആ കുഴിയിലേക്ക് വീഴത്തില്ലായിരുന്നു. നമുക്ക് മൊമെന്റം കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിൽക്കാൻ പറ്റും. മൊമെന്റം കൂടുതലായതുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റാത്തത്, അല്ലേ? അപ്പോ അതിനെ മൊമെന്റത്തിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ കാര്യം വെലോസിറ്റിയാണ്. വെലോസിറ്റി, ഇത് രണ്ടും മാത്രമാണ് മൊമെന്റത്തെ സ്വാധീനിക്കുന്നത്. അപ്പൊ മൊമെന്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, which are the factors that influences the momentum എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, the factors influencing momentum are mass and velocity. മാസും വെലോസിറ്റിയുമാണ് മൊമെന്റത്തെ സ്വാധീനിക്കുന്ന ഘടകം. അതായത് മാസും വെലോസിറ്റിയും ചേരുന്നതാണ് മൊമെന്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മൊമെന്റത്തിനെ P എന്ന് കാണിച്ചാൽ P is equal to m into v. അപ്പൊ മൊമെന്റം എന്ന് പറയുന്നത് മൂവിങ് ഒബ്ജക്റ്റുകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കാം? മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസും വെലോസിറ്റിയും ചേർന്നതാണ് മൊമെന്റം. മൊമെന്റത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാസും വെലോസിറ്റിയുമാണ്. മനസ്സിലായി കാണുമല്ലോ? അപ്പൊ ഇനി നമുക്ക് ഇതിനൊരു യൂണിറ്റ് ഉണ്ടാക്കി എടുക്കണം, വേണ്ടേ? അപ്പോ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡുമാണ്. മീറ്റർ പെർ സെക്കൻഡ്. അപ്പോ മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതാണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, 1000 കിലോ ഉള്ള ഒരു കാറ് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മൊമെന്റം എത്ര? 1000 കിലോ ഉള്ള കാറ് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊമെന്റം P is equal to mv is equal to 1000 into 10 is equal to 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ മൊമെന്റം. കാണുമല്ലോ? അപ്പോ ഈ കാറ് ഇത്രയും സ്പീഡിൽ പോവുകയാണ്. അന്നേരം ഇതിന്റെ മൊമെന്റം ആണ് 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്.
ആ കാറ് വേഗത കുറച്ചു, 5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു. 5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവന്നു. വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പൊ അതിന്റെ മൊമെന്റം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ P = mv = മാസ് അപ്പോഴും അത് തന്നെയാണല്ലോ, 1000 × 5 = 5000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റം ചേഞ്ച് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന 10,000-ൽ നിന്ന് ഇപ്പോൾ ഉള്ള 5,000-ലേക്ക് മൊമെന്റം ചേഞ്ച് ചെയ്തു. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി വെക്കും 10,000-ൽ നിന്ന് 5,000 ആയി. അപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റം 5,000. വെറും 5,000 അല്ല, -5,000 എന്ന് എഴുതണം. കാരണം എന്താ, ഇവിടെ മൊമെന്റം കുറയുകയല്ലേ ചെയ്തത്. അപ്പൊ നമ്മൾ എഴുതേണ്ട എന്താണ്, ഇപ്പോഴത്തെ മൊമെന്റം. ചേഞ്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ളതിൽ നിന്ന് നേരത്തെ ഉള്ളത് കുറയ്ക്കുകയല്ലേ ചെയ്യുന്ന. സോ നമുക്ക് 5,000-ൽ നിന്ന് 10,000 കുറയ്ക്കണം. അപ്പോഴാണ് -5,000 വരുന്നത്. 5,000-ൽ നിന്ന് 10,000 കുറച്ച് -5,000. ഈ 5,000 എന്ന് പറയുന്നത് ഇപ്പോഴുള്ള മൊമെന്റം ആണ്. ഇപ്പൊ നിലവിൽ ആ കാറ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴുള്ള മൊമെന്റം ആണ്. അപ്പൊ ഇതിനെ നമുക്ക്, ഈ 5,000-നെ നമുക്ക് ഫൈനൽ മൊമെന്റം എന്ന് വിളിക്കാം, അല്ലെ? ഇപ്പോഴുള്ള മൊമെന്റം ഫൈനൽ മൊമെന്റം -10,000 ആദ്യം ഉണ്ടായിരുന്നതാണ്, അത് ഇനിഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണെന്ന് പഠിച്ചു, മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചു. ഇനി ഒബ്ജക്റ്റുകൾക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പഠിച്ചു. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇനി ഈ ചേഞ്ച് ഉണ്ടായത് 5 സെക്കൻഡ് കൊണ്ടാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരുന്ന കാറ് അതിന്റെ വെലോസിറ്റി കുറച്ച് 5 മീറ്റർ പെർ സെക്കൻഡിൽ എത്താൻ 5 സെക്കൻഡ് സമയമാണ് എടുത്തതെങ്കിൽ, ഇവിടെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് എടുത്ത സമയം, ഈ -5,000 ചേഞ്ച് ഇൻ മൊമെന്റത്തിന് എടുത്ത സമയം എത്രയാണ്? 5 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡിലും എത്ര ചേഞ്ച് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഓരോ സെക്കൻഡിലും എത്ര ചേഞ്ച് ആണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എന്താ? 5 സെക്കൻഡിലാണ് -5,000. 5 സെക്കൻഡിൽ -5,000. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയാണ്? -5,000 ഡിവൈഡഡ് ബൈ 5. -5,000 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അതിനെ നമുക്ക് ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1000 എന്ന് കിട്ടും. അത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന്, അതായത് -5,000 എന്ന് പറയുന്ന ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 സെക്കൻഡിലുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. 1 സെക്കൻഡിലുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഈ -10,000. 1 സെക്കൻഡിലുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് വിളിച്ചൂടെ? 1 സെക്കൻഡിൽ ഉള്ളതിനെ നമ്മൾ റേറ്റ് എന്ന് വിളിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, മൊമെന്റത്തിന്റെ ചേഞ്ചിനുണ്ടാകുന്ന റേറ്റ് എങ്ങനെയാ കണ്ടുപിടിച്ചത്? നമ്മളിവിടെ ഇതാ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫൈനൽ മൊമെന്റം. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കേണ്ട? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ 10,000-ൽ നിന്ന് 5,000 കുറച്ചു. അതെന്താ ചെയ്ത? ഫൈനൽ മൊമെന്റം. ആ ഫൈനൽ മൊമെന്റം ആയിരുന്നു 5,000. സോറി, 10,000-ൽ നിന്ന് 5,000 അല്ല, 5,000-ൽ നിന്ന് 10,000 കുറച്ചു. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. ഇപ്പോഴുള്ള മൊമെന്റത്തിൽ നിന്ന് ആദ്യത്തെ മൊമെന്റം കുറയ്ക്കും. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം എടുത്തു. ക്ലിയർ ആയല്ലോ? അപ്പോ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഫൈനൽ മൊമെന്റം P1 എന്ന് പറയുന്നത് മാസ് ഇൻറ്റു P1
നമുക്ക് മൊമെന്റത്തിന് രണ്ട് പേരുകൾ കൊടുക്കാം, ഇനിഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും. ഇനിഷ്യൽ മൊമെന്റം ആദ്യമുള്ള മൊമെന്റത്തിന് P1 എന്നും പിന്നീടുള്ള മൊമെന്റത്തിന് P2 എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ആദ്യമുള്ള മൊമെന്റം P1 ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആദ്യമുള്ള വെലോസിറ്റി. ആദ്യമുള്ള വെലോസിറ്റിക്ക് നമ്മൾ എന്തെന്ന് കൊടുക്കും? ഇനിഷ്യൽ വെലോസിറ്റി. ഇനി ഫൈനൽ മൊമെന്റം നോക്കാം, P2 രണ്ടാമതുള്ള മൊമെന്റം P2 നമ്മൾ എന്തെന്ന് കൊടുക്കും? മാസ് ഇൻറ്റു പിന്നീടുള്ള വെലോസിറ്റി അല്ലേ, അപ്പോ ഫൈനൽ വെലോസിറ്റി. അപ്പൊ P1 എന്ന് പറയുന്നത് ആദ്യത്തെ മൊമെന്റം, ഇനിഷ്യൽ മൊമെന്റത്തിന് മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി. P2 എന്ന് പറയുന്നത്, അതായത് ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. ഇവിടെ നോക്കുക, മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, A is equal to V minus U by T. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, U എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ M ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റിക്ക് U എന്ന് കൊടുത്തൂടെ? അതുപോലെ ഇവിടെ M ഇൻറ്റു ഫൈനൽ വെലോസിറ്റിക്ക് V എന്ന് കൊടുത്തൂടെ? അപ്പൊ ഇനിഷ്യൽ മൊമെന്റം MU എന്നും ഫൈനൽ മൊമെന്റം MV എന്നും നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം MV മൈനസ് ഇനിഷ്യൽ മൊമെന്റം MU divided by time in T. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു MV മൈനസ് MU ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻ യൂണിറ്റ് ടൈം, 1 സെക്കൻഡിലുള്ള ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു MV മൈനസ് MU ബൈ T. ക്ലിയർ ആയി കാണുമല്ലോ. ഇനി നമ്മളൊരു ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിന് ചേഞ്ച് വരുത്താണ്. ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിന് ചേഞ്ച് വരുത്താനായിട്ട് നമ്മളൊരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. മൊമെന്റം ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ വെലോസിറ്റി കൂട്ടുക, അല്ലെങ്കിൽ മാസ് കൂട്ടുക, അല്ലെങ്കിൽ വെലോസിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ മാസ് കുറയ്ക്കുക. ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റത്തിന് ചേഞ്ച് വരുത്താനുള്ള ഏറ്റവും നല്ല വഴി മാസ് കൂട്ടുകയോ കുറയ്ക്കുകയല്ല, വെലോസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ്. ഒരു ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ബോൾ, അതിന്റെ മാസ് കൂട്ടാനും കുറയ്ക്കാനും ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വെലോസിറ്റി കൂട്ടിയ മൊമെന്റം കൂടും, വെലോസിറ്റി കുറഞ്ഞ മൊമെന്റം കുറയും. അപ്പോൾ മൊമെന്റത്തിന് ചേഞ്ച് വരുത്താനുള്ള ഏറ്റവും നല്ല വഴി അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം, അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഒരു ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോളാണ്, ഇതിങ്ങനെ ഉരുണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ മൊമെന്റം കണ്ടല്ലോ, മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഡയറക്ഷൻ അതിന് മൊമെന്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മൊമെന്റം കൂട്ടണമെങ്കിൽ നമ്മൾ തിരിച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിന്റെ വെലോസിറ്റി കുറയും, അപ്പൊ അതിന്റെ മൊമെന്റം കുറയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മൊമെന്റം കൂട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതാണ് ഫോഴ്സ്, ഇതാണ് അതിന്റെ മൊമെന്റം. അപ്പൊ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പോ നമ്മൾ കൊടുക്കുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൂടുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കൂടും. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കുറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അതിൽ അപ്ലൈ ചെയ്യുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഇത് കൂടുമ്പോൾ അതും കൂടുന്നു, അത് കുറയുമ്പോൾ ഇതും കുറയുന്നു. ഇത് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സും, മറ്റത് അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ദ rate of change of momentum of a body, rate of change of momentum of a body is directly proportional to the unbalanced external force is applied on it. നമുക്ക് അങ്ങനെ എഴുതാം. The rate of change of momentum of a body is directly proportional to the unbalanced external force is applied on it. ഒരു
ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതിന് നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലാ ഓഫ് മോഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലാ ഓഫ് മോഷൻ പഠിച്ച ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലാ ഓഫ് മോഷൻ ആണ്. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലാ ഓഫ് മോഷനിൽ പറയുന്നത് rate of change of momentum of a body is directly proportional to the unbalanced external force is acting on it. Unbalanced external force അതിന്മേൽ പ്രയോഗിക്കുന്ന unbalanced external force ന് directly proportional ആയിരിക്കും rate of change of momentum of a body. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. rate of change of momentum നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച mv minus mu by t. അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിച്ച mv മൈനസ് mu ബൈ ടി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അത് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എഫ്. അപ്പൊ നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലാ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു mv മൈനസ് mu ബൈ ടി. ക്ലിയർ ആണല്ലോ. ഇതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഞാൻ mv മൈനസ് mu എന്നുള്ളതിന് പകരം എമ്മിനെ കോമൺ ആക്കി എടുത്തിട്ട് v മൈനസ് യു എന്ന് എഴുതി. ഇങ്ങനെ എഴുതാലോ mv മൈനസ് mu എന്നുള്ളതിന് m രണ്ട് കോമൺ ആക്കി എടുത്തുകൊണ്ട് m ഇൻറ്റു v മൈനസ് യു എന്ന് എഴുതി. ഇനി ഡിവൈഡഡ് ബൈ താഴെ ഒരു ടി ഉണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് v മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതും m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ma. m is directly proportional to ma. അങ്ങനെയാണെങ്കിൽ ഈ v മൈനസ് യു ബൈ ടി നമുക്ക് a ആക്സിലറേഷൻ ആയിട്ട് എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ma. ഇനി ഞാൻ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാറ്റി ഈക്വൽ ആക്കുകയാണ്. അറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാറ്റി ഈക്വൽ ആക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഇൻഡ് ചെയ്യണമെന്ന്. ഞാൻ ഇവിടെ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. അപ്പൊ ഞാൻ എഴുതും f is equal to kma. ഇനി ഈ കെയുടെ വാല്യൂ 1 ആയാൽ if the value of k is 1 കെയുടെ വാല്യൂ 1 ആയാൽ പിന്നെ എനിക്ക് അതിവിടെ എഴുതേണ്ട ആവശ്യമില്ല. കാര്യം ഒന്നുകൊണ്ട് ഇൻറ്റു ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് k എനിക്ക് എഴുതേണ്ട f is equal to ma എന്ന് എഴുതാം. ഇനി ഇവിടെ കെയുടെ വാല്യൂ എന്തുകൊണ്ട് 1 ആയി എന്ന് ചോദിച്ചാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഈ കെയുടെ വാല്യൂ 1 ആകത്തക്ക രീതിയിലാണ്. അത് വലിയ ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ കെയുടെ വാല്യൂ 1 ആകത്തക്ക രീതിയിലാണ് ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ന്യൂട്ടന്റെ സെക്കൻഡ് ലായിൽ നിന്ന് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു mv മൈനസ് mu എന്ന് എഴുതാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ന്യൂട്ടന്റെ സെക്കൻഡ് ലായിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു mv മൈനസ് mu എന്ന് എഴുതിയത്. അതില് ഞാൻ m കോമൺ ആക്കിയിട്ട് v മൈനസ് യു ബൈ ടി എന്ന് ഇവിടെ എഴുതി. അതിനുശേഷം v മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു a ആയതുകൊണ്ട് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ma എന്ന് എഴുതി. അവിടെ ഞാൻ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊടുത്തു, ഈക്വൽ ആക്കി. ആ kയുടെ വാല്യൂ 1 ആണെങ്കിൽ f ഈസ് ഈക്വൽ ടു ma എന്ന് എഴുതാം. നമുക്ക് f ഈസ് ഈക്വൽ ടു ma എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയത് ഇവിടെ നിന്നാണ്. അതായത് ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലാ ആണ്. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലായിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് f ഈസ് ഈക്വൽ ടു ma. അതായത് m മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് f ഫോഴ്സ് കൊടുത്താൽ a ആക്സിലറേഷൻ ഉണ്ടാകും. m മാസ് ഉള്ള ഒബ്ജക്റ്റിന് f ഫോഴ്സ് കൊടുത്താൽ a ആക്സിലറേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ m മാസ്സുള്ള വസ്തുവിന് a ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി f ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അത് കാണിക്കുന്ന f ഈസ് ഈക്വൽ ടു ma എന്നുള്ള ഇക്വേഷൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലായിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലായുടെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ന്യൂട്ടന്റെ ഫസ്റ്റ് ലായുടെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it helps to explain inertia. അത് inertia explain ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലായുടെ യൂസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം it helps to prove f is equal to ma. f is equal to ma എന്ന് പറയുന്ന ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അപ്പൊ ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലാ. ന്യൂട്ടന്റെ സെക്കൻഡ് ലാ ആയിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ f is equal to ma എന്ന് വേണം പറയാൻ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക്
ഇപ്പൊ പഠിച്ച ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലം നോക്കാം. അപ്പൊ ടെക്സ്റ്റിലെ പേജ് നമ്പർ 52 അപ്പൊ പേജ് നമ്പർ 52 എടുക്കുക. അപ്പൊ ആ 52-ല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 108 km/h 108 km/h comes to rest after 4 seconds on applying brake. ഇത് ആദ്യത്തെ വെലോസിറ്റിയാണ്, u ആണ്. അപ്പോ അത് ബ്രേക്ക് അപ്ലൈ ചെയ്തു, അത് 4 സെക്കൻഡ് കൊണ്ട് സ്റ്റോപ്പ് ആയെങ്കിൽ ഇപ്പോഴത്തെ വെലോസിറ്റി 0 ആണ്, കാരണം അത് സ്റ്റോപ്പിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് അപ്ലൈഡ് വെൻ ബ്രേക്ക് വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ്? ബ്രേക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സ്, നമുക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കാറിന്റെ സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ F = ma ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. F = ma. നമുക്ക് തന്നിട്ടുള്ളത് u തന്നിട്ടുണ്ട്, t തന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്. നമുക്ക് F = ma ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഫോഴ്സ് കണ്ടുപിടിക്കാം. അപ്പോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റി തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അത് km/h തന്നിരിക്കുന്നത്. കിലോമീറ്റർ 108 km/h ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുക. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം, ഡിവൈഡഡ് ബൈ അവറിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ, മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റാൻ 60, പിന്നെ വീണ്ടും സെക്കൻഡിലോട്ട് മാറ്റാൻ വീണ്ടും ഒരു 60. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം 60 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോ നമുക്ക് ഇപ്പൊ 108 എന്നുള്ളതിനെ തന്നാല് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 6636 3600. ഇത് ഈ 2 പൂജ്യവും നമ്മളൊക്കെ വെട്ടി. ബാക്കി ഇതിനെ 2നെ നമുക്ക് 2 കൊണ്ട് വെട്ടിയാൽ മോളില് 5 താഴെ 18. അതായത് ഈ 108-നെ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 18 ഇട്ട് ചെയ്താൽ നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ കഴിയും. ഓർത്ത് വെക്കുക, km/h തന്നിട്ടുള്ളതെങ്കിൽ അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ ഇൻറ്റു 5/18 നോക്കിയാൽ മതി. ഇൻറ്റു 5/18 അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ 30 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും, 30. അപ്പൊ ഇവിടെ 108 ആണ്, അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 30 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ F = ma ആണ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ അടുത്തത് a കണ്ടുപിടിക്കുക, ആക്സിലറേഷൻ. a = v - u/t. ഇവിടെ v 0 - u 30/t 4. അപ്പൊ -30 ഡിവൈഡഡ് ബൈ 4 -7.5 എന്ന് കിട്ടും ഇവിടത്തെ ആക്സിലറേഷൻ. അപ്പൊ -7.5 ഇവിടെ എന്തുകൊണ്ട് മൈനസ് വന്നു എന്ന് വെച്ചാൽ ഇവിടെ റിട്ടാർഡേഷൻ ആണ്, ആക്സിലറേഷൻ അല്ല, വെലോസിറ്റി കുറയല്ലേ, ഇതാണ് ആക്സിലറേഷൻ. അപ്പോ അടുത്ത F = ma. ഇവിടെ m തന്നിട്ടുള്ളത് എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 180 comes to rest for applying car brake. Thousand kg ആണ്. The mass of the car including passenger is 1000 kg. അപ്പോ പാസഞ്ചറിനെയും ചേർത്ത് കാറിന്റെ മാസ് 1000 kg ആണ്. 1000 ഇൻറ്റു a നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 7.5 m/s². So the answer is 7500. 7500 ന്യൂട്ടൺ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -7.5 ആയതുകൊണ്ട് ഇവിടെ ഫോഴ്സും കിട്ടുന്നത് -7500 ന്യൂട്ടൺ എന്ന് കിട്ടും. -7500 ന്യൂട്ടൺ എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഇവിടെ മൈനസ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ന്യൂട്ടന്റെ സെക്കൻഡ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇവിടെ ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ കാറിന്റെ ഡയറക്ഷനിലല്ല ബ്രേക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തത്. നേരെ മറിച്ച് അതിന്റെ വെലോസിറ്റി കുറച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ്. ഫോഴ്സോ നമ്മുടെ നേർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നമ്മുടെ നേർക്ക് ഉരുണ്ടു വരുന്ന ഒരു ബോളിന് അതേ ഡയറക്ഷനിൽ കൊടുത്താൽ ബോളിന് വെലോസിറ്റി കൂടിപ്പോകും. വെലോസിറ്റി കുറച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് നെഗറ്റീവ് ഫോഴ്സ് വേണം അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ടാണ് ഫോഴ്സിന് ഡയറക്ഷൻ അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഫോഴ്സിന് ഓപ്പോസിറ്റ്
ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. സോ ദ ആൻസർ ഈസ് -7500 ന്യൂട്ടൺ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് is equal to 5 kg, 5 kg ആണ്. increases from 3 meter per second to 7 meter per second. അത് വെലോസിറ്റി 3 ൽ നിന്ന് 7 ലേക്ക് വരാണ്. അപ്പോൾ u is equal to 3, v is equal to 7. ആദ്യത്തെ വെലോസിറ്റി 3, ഇപ്പോൾ അത് കൂടിയത് 7. ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് കണ്ടിന്യൂസ്ലി ഫോർ 2 സെക്കൻഡ്, 2 സെക്കൻഡ് നേരത്തേക്ക് കണ്ടിന്യൂസ് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഉണ്ടായത്. ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് അപ്ലൈഡ്, ഫോഴ്സ് കണ്ടുപിടിക്കുക. അതുപോലെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് അപ്ലൈഡ്, അപ്ലൈ ചെയ്ത ഫോഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ സെയിം ഇക്വേഷൻ തന്നെ, F is equal to ma. A എന്ന് പറയുന്നത് എന്താണ്? v minus u by t ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒറ്റ ഇക്വേഷൻ അങ്ങ് ചെയ്യാം. F is equal to m into v minus u by t, ഇങ്ങനെയും ചെയ്യാം. അപ്പൊ m 5 into v minus u 7 minus 3 divided by t 2. അപ്പോൾ 5 into 7 minus 3 4, അപ്പോൾ 5 4 20 divided by 2 is equal to 10 ന്യൂട്ടൺ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഇഫ് ദ ഡ്യൂറേഷൻ for which force act is extended to 5 seconds. ഇവിടെ നമ്മൾ 2 സെക്കൻഡ് കൊണ്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്തത്. ഈ 2 സെക്കൻഡ് എന്നുള്ളതിന് പകരം 5 സെക്കൻഡ് ആയിരുന്നെങ്കിൽ വെലോസിറ്റി എത്രയാകുമായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ 5 എന്നുള്ളത് 2 എന്നുള്ളതിന് പകരം 5 ആയിരുന്നെങ്കിൽ വെലോസിറ്റി എത്രയാകുമായിരുന്നു? അപ്പൊ നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെ F is equal to m into v minus u by t എടുക്കുക. ഇതില് F നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്ലൈ ചെയ്ത ഫോഴ്സ് 10 ആണ്. മാസ് 5 ആണ്. 5 ഇൻറ്റു വി ഇവിടെ 7 വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് വെലോസിറ്റി നമുക്കിവിടെ 10 ന്യൂട്ടൺ 2 സെക്കൻഡ് നേരത്തേക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് 7 കിട്ടിയത് വെലോസിറ്റി. ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് 2 എന്നുള്ളത് 5 സെക്കൻഡ് നേരത്തേക്ക് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഈ വി എത്രയാകുമായിരുന്നു? അപ്പൊ അവിടെ വി എന്ന് ഇടുക. വി മൈനസ് യു 3 തന്നെയാണ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളത് 5 എന്നാക്കുക. അപ്പോൾ 10 ഈക്വൽ ടു 5 ഇൻറ്റു വി മൈനസ് 3 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് ഇവിടെ വി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതില് 10 ഈക്വൽ ടു മുകളിലും താഴെയും 5 5 ക്യാൻസൽ ആയാൽ 10 ഈക്വൽ ടു വി മൈനസ് 3. ഈ വി ഇവിടെ നിർത്തിക്കൊണ്ട് -3 അപ്പുറത്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ 10 plus 3 is equal to v. So v is equal to 13 meter per second എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി തോന്നുന്നു. ഇതപ്പോ ഇത് ബോർഡിൽ നോക്കാതെ സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് നോക്കി ഇതിന്റെ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഒന്നും കൂടെ പറയാം. F is equal to m into v minus u by t നമ്മൾ എഴുതി. ഇവിടെ ഫോഴ്സ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 10 ന്യൂട്ടൺ തന്നെയാണ്. സോ 10 is equal to മാസ് 5 തന്നെയാണ്. വെലോസിറ്റി ആണ് നമ്മുടെ അടുത്ത് ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അതായത് 2 സെക്കൻഡ് നേരത്തേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് 3 ൽ നിന്ന് 7 ആയത്. ഈ 2 എന്ന് പറയുന്നതിന് പകരം ആ ഫോഴ്സ് 5 സെക്കൻഡ് നേരത്തേക്ക് അപ്ലൈ ചെയ്താൽ ഈ 7 പകരം എന്താകുമായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള. അവിടെ വി ഇട്ടു മൈനസ് ഇനിഷ്യൽ ഇനിഷ്യൽ വെലോസിറ്റി 3 ഡിവൈഡഡ് ബൈ ടൈം 2 5 ആക്കി, നമ്മൾ 5 ആക്കി. അപ്പൊ അതില് മുകളിലത്തെ താഴത്തെയും 5 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി 10 ഈസ് ഈക്വൽ ടു വി മൈനസ് 3 ഉള്ളൂ. ഈ -3 ഇപ്പുറത്ത് പോയാൽ 10 plus 3 ഈസ് ഈക്വൽ ടു വി. സോ വി ഈസ് ഈക്വൽ ടു 13 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പേജ് നമ്പർ 53. അതില് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് ഓഫ് മാസ് 20 gram. ഗ്രാം ആണ്, അത് കിലോഗ്രാമിലേക്ക് മാറ്റുക. മൂവിങ് അലോങ് ദ സർഫസ് ഓഫ് എ ലോങ് ടേബിൾ ഈസ് ഗിവൺ ബിലോ.
അപ്പോൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. 20 ഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മൂവിംഗ് അലോങ് എ സർഫസ് ഓഫ് എ ലോങ് ടേബിൾ ഈസ് ഗിവൺ ബിലോ. ഒരു നീളമുള്ള ടേബിളിന്റെ മുകളിൽ കൂടെ ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷന്റെ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കവിടെ ആദ്യമേ ഗ്രാഫ് നമ്മളൊന്ന് നോക്കുക. വെലോസിറ്റി y ആക്സിസിലും ടൈം x ആക്സിസിലും തന്നിരിക്കുന്നത് 0 to 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ എത്തുമ്പോഴത്തേക്കും ആദ്യം അതിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായിരുന്നു. 10 സെക്കൻഡിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0യിലേക്ക് എത്താണ്. അപ്പൊ വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? വാട്ട് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്ട്? നമ്മളത് ചോദിച്ചേക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, ഒബ്ജക്റ്റിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ്. കാര്യം ഈ ടേബിൾ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒബ്ജക്റ്റ് പതിയെ ഉരുണ്ട് അവിടെ നിൽക്കുന്നത്. സോ ആ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് മാസ് തന്നിട്ടുണ്ട്. m is equal to 20 ഗ്രാം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക. 1000 is equal to 0.02 kg ആണ് ഇവിടത്തെ മാസ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനിഷ്യൽ വെലോസിറ്റി. u is equal to 20 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ഇപ്പോഴത്തെ വെലോസിറ്റി 0 ആണ്. v is equal to 0. നമ്മളത് ചോദിച്ചിരിക്കുന്നത് f ആണ്. f is equal to ma. f is equal to ma. നമുക്ക് ma ക്ക് പകരം m into v minus u by t എന്ന് എഴുതാം. ഇവിടുത്തെ m 0.02 into 0 minus 20 divided by t is equal to 0.02 into minus 20 divided by ടൈം. ഗ്രാഫിൽ കൊടുത്തേക്കുന്ന ടൈം 10 സെക്കൻഡ് ആണ്. 10 സെക്കൻഡ് കൊണ്ടാണ് അത് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 0 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നത്. സോ നമുക്ക് 0.02 into minus 20 divided by 10. അപ്പോൾ 0.02 into ഇത് രണ്ടും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ -2 is equal to 0.04. ഇത്രയുമാണ് അതിന്റെ ആൻസർ. 0.04 ചോദിച്ചിരിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. സോ ന്യൂട്ടൺ. F is equal to, അപ്പൊ ഒന്നുകൂടെ നോക്കുക. ഒരു ടേബിളിന്റെ മുകളിൽ കൂടെ ഉരുണ്ടു പോകുന്ന ഒരു ബാളിന്റെ മാസ് ആണ് 20 ഗ്രാം. അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 0.02 kg എന്ന് കിട്ടി. അതിന്റെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റി 0 ടൈമിലെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് 10 സെക്കൻഡ് ആയപ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയി. സോ u is equal to 20, v is equal to 0, t is equal to 10, m is equal to 0.02 kg. നമുക്ക് ഇത്രയും മതി F is equal to ma ചെയ്യാനായിട്ട്. അപ്പോൾ a ക്ക് പകരം ഞാൻ v minus u by t ആണ് ചെയ്തത്. m 0.02 into 0 minus 20 by t 10. അതില് 10ഉം -20യും ക്യാൻസൽ ആക്കിയിട്ട് -2 ആയി. then 0.02 into -2 is equal to -0.04 ന്യൂട്ടൺ. ഇവിടെ ഈ മൈനസ് ആണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മൈനസ് വന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നത് മോഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാരണം മോഷൻ എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ആൻസർ നമുക്ക് ഇവിടെ നോക്കാം. ടെസ്റ്റിൽ നോക്കുക. m1 and m2 are the masses of two bodies. m1 and m2 are the masses of two bodies. രണ്ട് ബോഡികളുടെ മാസ് ആണ് m1 ഉം m2. When a force of 5 Newton is applied on each body. അപ്പോൾ ഓരോ ബോഡിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 5 ന്യൂട്ടൺ.
ഓക്കെ, രണ്ട് ബോഡിക്കും 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ആണ്. M1 gets an acceleration of 10 meter per second square. M1-ന് ഈ 5 ന്യൂട്ടൺ കൊടുത്തപ്പോ 10 meter per second square ആക്സിലറേഷൻ ഉണ്ടായി. ആൻഡ് M2 20 meter per second square. M2-ന് 20 meter per second square ആക്സിലറേഷൻ ഉണ്ടായി. If the two bodies are tied together, the same force is applied. Find the acceleration of the combined system. അപ്പോ 5 ന്യൂട്ടൺ ഫോഴ്സ് M2-വിന് കൊടുത്തു, 5 ന്യൂട്ടൺ ഫോഴ്സ് M1-ന് കൊടുത്തു. M1-ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനേ ഉണ്ടായുള്ളൂ. പക്ഷേ M2-വിന് 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടായി. സെയിം ഫോഴ്സ് ആണ് കൊടുത്തത്. പിന്നെ എന്തുകൊണ്ട് ഇതിന് 20 ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഇതിന് മാസ് കുറവായിരിക്കണം. മാസ് കുറവായതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടായത്. കാരണം മാസ് കൂടുതലുള്ളതിന് കൂടുതൽ ആക്സിലറേഷൻ ഉണ്ടാവത്തില്ല. മാസ് കൂടുമ്പോൾ ആക്സിലറേഷൻ കുറവായിരിക്കും, സെയിം ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ. സോ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്, ഈ രണ്ട് ബോഡിയെയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടോ, if two bodies are tied together and the same force is applied. അപ്പോൾ ഈ രണ്ട് ബോഡിയെയും കൂടെ നമ്മൾ കൂട്ടിക്കെട്ടുകയാണ്. കൂട്ടിക്കെട്ടിയത് ഒറ്റ ബോഡി ആക്കിയതിനു ശേഷം ഈ സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇതിന് എത്ര വെലോസിറ്റി ആണ് കിട്ടുന്നത്? ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം. അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കിവിടെ രണ്ടിന്റെയും മാസ് കണ്ടുപിടിച്ചാലേ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാര്യം എടുക്കാം. ഒന്നാമത്തതിന്റെ F is equal to ma. നമുക്ക് M ഇല്ല, അപ്പൊ M ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോ M ഒന്നാമത്തത് M is equal to F by A. ഇവിടുത്തെ F എന്ന് പറയുന്നത് 5, ഇവിടെ കിട്ടിയ ആക്സിലറേഷൻ 10. അപ്പോ 5 by 10 is equal to 0.5 meter per second square. Sorry, 0.5 kg. മനസ്സിലായി കാണുമല്ലോ. F is equal to ഒന്നാമത്തേന്റെയാണ് ഇവിടെ എടുക്കുന്നത്, M1-ന്റെ. F is equal to ma. അപ്പോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് M ആയതുകൊണ്ട് M is equal to F by A. 5 by 10. 5 by 10 എന്ന് പറയുന്നത് 0.5. ഇനി അടുത്തത് രണ്ടാമത്തത്, അതും ഇങ്ങനെ തന്നെയാണ്. M is equal to F by A. ഇവിടുത്തെ F 5 തന്നെയാണ്, ആക്സിലറേഷൻ പക്ഷേ 20 ആണ്. 20 is equal to 0.25 kg. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് കെട്ടുകയാണ്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് കെട്ടുമ്പോൾ ഇതിന്റെ മാസ് when the bodies tied together, ചേർത്ത് കെട്ടുമ്പോൾ മാസ് M is equal to 0.5 plus 0.25 is equal to 0.75 kg. 3/4 കിലോയായി, 0.75 kg ആയി. ഇനി സെയിം ഫോഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്, F സെയിം ഫോഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്, 5 ന്യൂട്ടൺ. F കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ F is equal to ma ആണ്. സോ A is equal to F by m. ഇവിടുത്തെ F 5 divided by m 0.75. 5 by 0.75. ഈ പോയിന്റ് മാറ്റാനായിട്ട് രണ്ടിനെയും നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. അപ്പോ 500 ഡിവൈഡഡ് ബൈ 75 എന്ന് വരും. 500 ഡിവൈഡഡ് ബൈ 75 10 7. അപ്പോൾ നമുക്ക് 500 ഡിവൈഡ് ബൈ 75 നോക്കുമ്പോൾ 6.66 എന്ന ആൻസർ വരും. ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ബോഡിയും കൂടെ ചേർത്ത് കെട്ടി വെച്ചതിന് ശേഷം 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ്. സോ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ. 6.66 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയാണ് ഈ രണ്ട് ബോഡികളും കൂടെ ടൈഡ് ടുഗദർ ചേർത്ത് കെട്ടിയതിന് ശേഷം 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിനുണ്ടാകുന്നത്. Okay.